Okay, page number 97. People and their economic activities. Listen, agriculture is the most important occupation in the prairies. The natural environment favors the cultivation of a large variety of crops such as corn, wheat, oats, barley, rye, and oilseeds. Wheat is the most important crop. This region has the following advantages. അവിടെ പറയണം അവരുടെ ആക്ടിവിറ്റീസ് നമ്മുടെ പ്രയറീസിലെ ജനങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അഗ്രികൾച്ചർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓക്യുപ്പേഷൻ. പ്രയറീസിലെ ആൾക്കാരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. ദെൻ അവരെന്തൊക്കെ കൃഷി ചെയ്യാറുണ്ട്? കോൺ, വീറ്റ്, ഓട്സ്, ബാർലി, ഓയിൽ സീഡ്സ്, റൈ എക്സെട്ര ആർ ദ കൾട്ടിവേഷൻ. അപ്പൊ prairies, the people living in prairies depend on the agriculture. The most important occupation is agriculture. They cultivated crops such as wheat, corn, barley, then oil seeds, etc. അവിടുത്തെ ഇമ്പോർട്ടന്റ് crop എന്ന് പറയുന്നത് wheat ആണ്. Wheat is the most important crop. Then this region has the following advantages. അവിടുത്തെ താഴത്തെ കുറെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. പ്രയറീസിലെ പ്രയറീസിന്റെ അഡ്വാൻറ്റേജസ് പറയണ ഒന്ന്, the rolling plains are well drained and suitable for mechanized large scale farming. ഒന്നാമത്തത് റോളിംഗ് പ്ലെയിൻസ് വെൽ ഡ്രെയിൻഡ് ആണ്. അവിടുത്തെ വെൽ ഡ്രെയിനേജ് സിസ്റ്റം ആണ് എവിടെ ഉള്ളത്? ഈ പ്രയറീസിലുള്ളത്. രണ്ടാമത്തെ melting of snow due to the warm chinook which helps providing moisture to the soil. മെൽറ്റിംഗ് ഓഫ് സ്നോ, മഞ്ഞ് ഉരുകുന്നു. ഏത് കാരണം? വാം ചിനൂക്ക് കാരണം അവിടുത്തെ ഐസ് മെൽറ്റ് ആവുന്നു. തേർഡ് വൺ, the dark brown soil is full of humus and other organic matter. കറുത്ത ഡാർക്ക് ബ്രൗൺ കളറിലുള്ള സോയില് ഫുൾ ഓഫ് ഹ്യൂമസ് ആണ്. നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണ് ഇവിടെ ഈ പ്രയറീസ്. These are the advantages of prairies. People living in prairies are depending on agriculture. Agriculture is the most important occupation in prairies. People cultivated different crops such as barley, wheat, corn, then rye, then oil seeds, etc. Then most important crop is what? Wheat. Wheat is the most important. മിസ്, അത് അവര് വേറെ രാജ്യങ്ങളിലേക്ക് അയക്കുന്നില്ലേ? ഉണ്ട്. അവരുടെ ആവശ്യത്തിൽ കൂടുതൽ അവരോട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. ബാക്കി അവര് കഴിച്ചു അയക്കുന്നുണ്ട്. ദെൻ പിന്നെ പറഞ്ഞു അതിൽ 3 അഡ്വാൻറ്റേജസ്, പ്രയറീസിന്റെ 3 അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഒന്ന്, റോളിംഗ് പ്ലെയിൻസ് ആർ വെൽ ഡ്രെയിൻഡ് ആണ്. മെക്കാനൈസ്ഡ് ലാർജ് സ്കെയിൽ ഫാമിംഗ് ആണ്. എല്ലാത്തിനും മെഷീൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൾക്കാർക്ക് പകരം മെഷീൻ ആണ്. അപ്പൊ പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. പിന്നെ അതായത് സോയിങ്ങും പ്ലഫിങ്ങും വാട്ടറിങ്ങും ഒക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. പിന്നെ പറഞ്ഞു മെൽറ്റിംഗ് ഓഫ് സ്നോ ഡ്യൂ ടു ദ വാം ചിനൂക്ക്. തേർഡ് വൺ, ഡാർക്ക് ബ്രൗൺ സോയിൽ ദാറ്റ് ഈസ് വെരി ഫെർട്ടൈൽ. ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ഏരിയ. ഇനി അതിലെ താഴെ, the utilization of these areas for farming began with the development of farm machinery. This helped the farmers to cultivate grain on a large scale. Wheat farms in the prairies are very large, about 1,000 hectares. Agriculture is highly extensive and mechanized. Most of the work on the farm, such as ploughing, seeding, harvesting, threshing, packing, etc. is done with the help of machines. The farm is managed by the farmer and his family. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, wheat is the most important crop, അല്ലെ? Wheat is the most important crop in prairies. Then different crops are cultivated such as wheat, oil seeds, then barley, etc. Then ഇവിടെ പറയണേ 1,000 hectares of wheat farms are here.
അവിടെ എന്തുണ്ട് 1000 ഹെക്ടേഴ്സിലെങ്കിലും എന്തുണ്ട് വീറ്റ് ഫാംസ്, ഗോതമ്പിന്റെ ഫാം ഉണ്ട്. അപ്പൊ അഗ്രികൾച്ചറിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും പറഞ്ഞു അല്ലെ. മാത്രല്ല ഓൾ ആക്ടിവിറ്റീസ് ബിലോങ് വിത്ത് അഗ്രികൾച്ചർ ഡൂയിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻ. അപ്പൊ എല്ലാ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ആരാണ്? മെഷീന്റെ സഹായത്താലാണ്, മനുഷ്യനല്ല. നമുക്കറിയാം ഒരു മെഷീൻ വെച്ച് ചെയ്യുന്ന ഒരു 10 ആള് ചെയ്യുന്ന പണി ചിലപ്പോ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് മെഷീൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ കിണർ കുഴിക്കുന്ന ഒരു ആക്ടിവിറ്റി എത്ര ദിവസങ്ങൾ മാസങ്ങളൊക്കെ എടുത്താണ് ഒരു കിണർ കുഴിച്ചുകൊണ്ടിരുന്നത്? 2-3 മാസമൊക്കെ എടുത്താ പണ്ട് കിണർ കുഴിച്ചോണ്ട്. ഇപ്പൊ എന്താ 5-6 മണിക്കൂർ കൊണ്ട് കിണർ കുഴിച്ചിട്ട് ആൾക്കാരങ്ങ് പോയി അല്ലെ. ഓരോ ജോലിയും നമുക്കറിയാം, ഓരോ ജോലിയും മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ലോകമൊക്കെ മാറി. ഇപ്പം ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് മെഷീന് ചെയ്ത് തീർക്കാൻ പറ്റും. പ്ലഫിങ്, സീഡിങ്, ഹാർവെസ്റ്റിങ്, ത്രഷിങ്, പാക്കിങ്. അതായത് നില ഉഴുക, വിത്ത് വിതറുക, കൊയ്ത്ത് നടത്തുക, ത്രഷിങ് അത് മെതിക്കുക, അതുപോലെ അത് പാക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് മെഷീൻസ് ആണ്. അപ്പൊ all activities are doing with the help of machines and managed by the farmer and his family. അപ്പൊ എല്ലാ ജോലികളും മെഷീന്റെ സഹായത്തോടെ കൂടി ചെയ്യും. അതിനൊക്കെ മാനേജ് ചെയ്യാൻ ആരുണ്ടാവും? അവിടുത്തെ ഫാർമർ ഉണ്ടാവും, ഫാർമർ അദ്ദേഹത്തിന്റെ ഫാമിലി. Typical wheat farm in the prairies has a fleet of agricultural machinery such as tractors, harrows, seed drills, combine harvester, wagons and trucks. The combine harvester is a huge machine which reaps, threshes and sacks wheat in a single operation. അതായത് all activities നമ്മൾ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് മെഷീന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ അതിനുവേണ്ടി ഈ ആക്ടിവിറ്റീസ്, അതായത് ഈ കൃഷിക്ക് വേണ്ടി അവർ എന്ത് ഉപയോഗിക്കും? ട്രാക്ടർ അല്ലെ, സീഡ് ഡ്രിൽസ്, കമ്പൈൻ ഹാർവെസ്റ്റർ. ഇത് നമ്മൾ എടുത്തല്ലേ മക്കളെ? എടുത്തല്ല ഇല്ല. അപ്പൊ ഇതിനൊക്കെ വേണ്ടി, അതായത് കൊണ്ടുപോകാൻ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ട്രാക്ടർ അല്ല, ഹോറോസ്, സീഡ് ഡ്രിൽസ്, വിത്ത് വിതയ്ക്കാനുള്ളത്, കമ്പൈൻ ഹാർവെസ്റ്റ് കൊയ്ത്ത് യന്ത്രങ്ങള്, വാഗൺ അല്ലെ, ട്രക്സ് ഇത് കൊണ്ടുപോകാനുള്ള ട്രക്ക്, ഇതൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കമ്പൈൻ ഹാർവെസ്റ്റർ. ഈസ് എ ഹ്യൂജ് മെഷീൻ. ഈ കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്നത് വലിയൊരു മെഷീനാണ്. കമ്പൈൻ ഹാർവെസ്റ്റർ ഈസ് എ ഹ്യൂജ് മെഷീൻ. എന്തിനാ ഉപയോഗിക്കാതെ? റീപ്സ്, ത്രഷ് ആൻഡ് സാക്സ്. റീപ്പ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ ത്രഷ് ചെയ്യാൻ വേണ്ടിയും സാക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന, സിംഗിൾ ഓപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ മെഷീനാണ് ഇത്, കമ്പൈൻ ഹാർവെസ്റ്റർ. Then farms are generally divided into sections for the rotation of crops. Contour ploughing and strip cropping are widely practiced to reduce soil erosion. അതായത് രണ്ട് തരത്തിലുള്ള ഫാംസ് അല്ലെ. Farms are generally divided into sections for the rotation of crops. ക്രോപ്പിന്റെ റൊട്ടേഷൻ അനുസരിച്ച്. അതാണ് കോണ്ടർ പ്ലഫിംഗ് ആൻഡ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് are widely practiced to reduce soil erosion. ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഫാമിംഗ് ആണ് ഉള്ളത്. അതിനനുസരിച്ച് എന്ത് കുറയ്ക്കാൻ വേണ്ടി? മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള ഫാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് എന്ത്? കോണ്ടർ പ്ലഫിംഗ്, മറ്റേത് സ്ട്രിപ്പ് ക്രോപ്പിംഗ്. കോണ്ടർ പ്ലഫിംഗ് ആൻഡ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്, these are the two sections of the rotation of crops. These are widely used to practice to reduce soil erosion. മണ്ണൊലിപ്പ് തടയുക അല്ലെ. കണ്ടോ? അവിടെ നിങ്ങൾ കണ്ടോ? ആ പിക്ചറിൽ കണ്ടോ? താഴെയല്ല, മുകളില്. കോണ്ടർ പ്ലഫിംഗ് is done to reduce soil erosion. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി നടത്തിയ കോണ്ടർ പ്ലഫിംഗ് കണ്ടോ? കോണ്ടർ പ്ലഫിംഗ് കണ്ടില്ലേ? അവിടെ എവിടെയെങ്കിലും മണ്ണൊലിച്ചു പോവോ? മിസ്സേ, അവര് അത് വിത്ത് എടുക്കാൻ വേണ്ടിയല്ലേ മിസ്സേ അങ്ങനെ ആക്കിയത്? ഏത് മിസ് ഇപ്പം പറഞ്ഞ കണ്ടൂർ പ്ലഫിംഗ്? അതെ, അത് മണ്ണൊലിപ്പ് തടയുന്ന പറയുന്നത്. കണ്ടോ? നിങ്ങൾ അവിടെ കണ്ടോ? ഒരു പച്ച കളറും ബ്രൗൺ കളറിലും കണ്ടോ? കണ്ടില്ലേ? ഒന്ന് എന്താ അത് തമ്മിൽ വ്യത്യാസം എന്താ? ഉണങ്ങിയ കളറും ആ പച്ചയും. എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ഭൂമി മറ്റേത് കുറെ നാളായി കഴിഞ്ഞിട്ടുള്ളത്. അതായത് അത് നട്ടിട്ട് കുറച്ച് കാലമായി അല്ലെ, വിത്ത് ഏകദേശം വിളവ് എടുക്കാനായതാണ്. മറ്റേതോ നട്ടതേ ഉള്ളൂ.
അതായത് സെക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്, 2 സെക്ഷൻ ആയിട്ടാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ കൃഷി. ഒന്ന് നട്ട് ഏകദേശം കുറച്ചായി കഴിയുമ്പോഴാണ് അടുത്തത് നടുക. അപ്പൊ മറ്റേത് ഏകദേശം കിളുത്ത് പൊങ്ങി വരുമ്പോഴത്തേന് ഇത് കൾട്ടിവേഷൻ നടത്താനാവും. കണ്ടില്ലേ അവിടെ ആദ്യത്തെ സെക്ഷൻ മുഴുവൻ ഏകദേശം വിളവെടുക്കാനായി. കണ്ടോ പ്രീത്തെ? ആദ്യത്തെ സെക്ഷൻ ഏകദേശം ഏകദേശം ഒരുവിധം ആയി കഴിഞ്ഞപ്പോഴാണ് മറ്റേത് ഇങ്ങനെ നല്ല പൊങ്ങി വരുന്നത്. ഇപ്പൊ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ എന്ത് കൃഷി നടക്കുന്നത്. അതായത് സ്ട്രിപ്പ് പോലെയാണ്, പീസ് നമ്മുടെ എന്താ പറയാ, സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ടാബ്ലറ്റ് ഒക്കെ കിട്ടുന്ന സ്ട്രിപ്പില്ലേ, അതുപോലെ ഒരു ലെയർ മറ്റേ ലെയർ ആയിട്ടാണ്. കാണുന്നില്ലേ? കണ്ടോ? എന്തെങ്കിലും ഒന്നിന് ആൻസർ പറ മക്കളെ. കണ്ടില്ലേ? ആ കൃഷി കണ്ടില്ലേ നിങ്ങൾ? ലെയർ ആയിട്ടാണത്, അതായത് സ്ട്രിപ്പ് ആയിട്ടാണ് അവിടെ കൃഷി നടത്തിയിരിക്കുന്നത്. അതാ മണ്ണൊലിപ്പ് തടയുന്നു, സോയിൽ ഇറോഷൻ തടയാൻ വേണ്ടി. ഇൻ ദ വെസ്റ്റേൺ പാർട്ട് there the climate is too dry for wheat cultivation. Cattle rearing is done. Corn and oats are used to feed and fatten cattle and pigs. The dairy farming belt extends from the Great Lakes up to the Pacific coast. The western part, പടിഞ്ഞാറേ ഭാഗത്ത്, where the climate is too dry for wheat cultivation. അതായത് പടിഞ്ഞാറ് വശത്ത് വളരെ ഡ്രൈ ക്ലൈമറ്റ് ആണ്, ഉണങ്ങിയ കാലാവസ്ഥയാണ്. Then cattle rearing is done. അവിടെ എന്ത് നടക്കും? പശുവിനെ വളർത്തൽ നടക്കും. Corn and oats are used to feed and fatten cattle, pigs. The dairy farming belt extends from Great Lakes up to Pacific coast. അതായത് ഗ്രേറ്റ് ലേക്സ് മുതൽ പസഫിക് കോസ്റ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഡയറി ഫാമിംഗ്. കണ്ടോ? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഒക്കെ കാണുന്നില്ലേ നിങ്ങള്? അപ്പൊ ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ലേക്ക് മുതൽ പസഫിക് തീരം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇനി വീറ്റ് ബീങ് ഹാർവെസ്റ്റഡ് വിത്ത് മെഷീൻ ഉപയോഗിച്ചിട്ട് അവിടെ ഗോതമ്പ് കൃഷി നടത്തുന്നുണ്ടോ? ഗോതമ്പ് വിളവെടുക്കുന്നുണ്ടോ? കൊയ്ത്തുണ്ടോ? കണ്ടില്ലേ? അടുത്തത്, the farmers here produce much more than their needs. The prairies are also known as granaries of the world. Granaries of the world due to surplus wheat production. The surplus producer is exported. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ മക്കളെ? എടുത്തല്ല? ഞാനും അത് ഫസ്റ്റ് മുതൽ പറയുന്നു. ഇത് എടുത്തതാണ്. അതുകൊണ്ടാ മിസ് ഫസ്റ്റ് എക്സാമ്പിൾ വീണ്ടും മിസ് പറഞ്ഞില്ലേ? കഴിഞ്ഞ ക്ലാസ്സിന് നമ്മള് പറഞ്ഞാണ് അതൊക്കെ എടുത്തതാ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ എടുത്തതാണ്. അതായത് ഏറ്റവും കൂടുതൽ വീറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അതായത് ഏറ്റവും കൂടുതൽ വീറ്റ്, അതായത് അവരുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? വീറ്റ് പ്രൊഡക്ഷൻ കൂടുതലായി ഉള്ളതുകൊണ്ട് അതിനെ ഗ്രാനറി ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ? അതെ പറഞ്ഞതാണ്. ഓക്കെ, സാരില്ല, ഞാൻ ഇത്ര ഏതായാലും എടുത്തില്ലേ. അപ്പൊ ഫാമേഴ്സ് ഹിയർ പ്രൊഡ്യൂസ് മച്ച് മോർ ദാൻ ദർ നീഡ്സ്. അവരുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ അവര് ഗോതമ്പ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദ പ്രയറീസ് ആർ ഓൾസോ നോൺ ആസ് ഗ്രാനറി ഓഫ് ദ വേൾഡ് ഡ്യൂ ടു സർപ്ലസ് വീറ്റ് പ്രൊഡക്ഷൻ. കൂടുതൽ ഗോതമ്പ് കൃഷി നടത്തുന്നത് കൊണ്ട് ഈ പ്രയറീസ് മറ്റൊരു പേരിൽ അറിയപ്പെടും, ഗ്രാനറി ഓഫ് ദ വേൾഡ്, അതായത് ലോകത്തിന്റെ കലവറ എന്ന് അറിയപ്പെടുന്നു. The penetration into the prairie is closely linked with the construction of transcontinental railways. Railways are required to transport farm products to the consuming centers and the ports town. In the prairies, most of the towns are big railway junctions. These towns are centers for the collection and storage of agricultural products and the distribution of manufactured goods. Winnipeg in Canada is called the gateway to the prairies. ഇവിടെ എന്തുണ്ട്? റെയിൽവേ കണക്ഷൻ ഉണ്ട് അല്ലെ? ഇപ്പൊ എല്ലാ കൺട്രീസിലേക്ക് റെയിൽവേ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് വിന്നിപെഗ് ഇൻ കാനഡയിലെ വിന്നിപെഗ് അതിന് എന്തറിയപ്പെടുന്നു? ഗേറ്റ് വേ ടു ദ പ്രയറി. പ്രയറിയിലേക്കുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത് വിന്നിപെഗ് ആണ്. വിന്നിപെഗ് ഇൻ കാനഡ, മറക്കരുത്, വിന്നിപെഗ് ഇൻ കാനഡ. A variety of minerals and
power resources along with an efficient system of transport and communication was helped this region to develop a large variety of heavy and consumer goods. Industries, most of the towns in this region are industrial towns. The important towns are Chicago, Indianapolis, and Denver. In USA, and Winnipeg, Calgary, and Edmonton in Canada. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടന്റ് സിറ്റീസ് ഏതൊക്കെ, ഇമ്പോർട്ടന്റ് ടൗൺസ് ഏതൊക്കെയാ? ചിക്കാഗോ, ഇൻഡ്യാനോപോളിസ്, ഡെൻവർ ഇൻ USA, വിന്നിപ്പെഗ്, പിന്നെ കാനഡയിലെ കാൽഗറി ആൻഡ് എഡ്മോണ്ടൺ. ദീസ് ആർ ദ ടൗൺസ്, ഇമ്പോർട്ടന്റ് ടൗൺസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതുവരെയാണ് എടുത്തത്. ഇനി അടുത്തത് വെൽഡ്. ഇപ്പൊ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി, എടുത്തു തന്നെ എടുത്തിട്ടില്ലേ. ഇനി കലഹരി അല്ലേ മിസ്? ഏതാ? കലഹരി ഡെസേർട്ട് ഓൺ ദ വെസ്റ്റ് അല്ലേ? കണ്ടില്ലല്ലോ. കാൽഗരി ആൻഡ് എഡ്മണ്ടൺ ഇൻ കാനഡ. കാൽഗരി. അടുത്തത് വെൽസ്. അത് വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. വെൽസ് എന്താണെന്ന് വായിച്ചു നോക്കിയാട്ടെ. ഫെയ്ത്തിന്റെ ക്യാമറയ്ക്ക് എന്ത് വെച്ചാടാ? അത് മിസ് അത് പോയിരിക്കും മിസ്. ഓൺ ആക്കി ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം മിസ്. വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാവും. നിനക്ക് അമ്മയുടെ ഫോണില്ലേ അവിടെ? എന്താ എടുക്കാത്തെ? മിസ്സേ അത് മമ്മി ഉപയോഗിക്കുന്നു. അത് ക്യാമറ ഓഫ് ആക്കാൻ മടിയുണ്ടല്ലേ നീ? അപ്പം ഈ ഒരു ഫോണിലൂടെ അല്ല മിസ്സേ, അതുകൊണ്ടൊന്നും അല്ല. അമ്മയുടെ ഫോൺ വാങ്ങിക്കണം, അപ്പൊ ക്യാമറ ക്ലിയർ ആവുമല്ലോ. മിസ്സേ പപ്പയോട് പറയണേ ഇതിന്റെ ക്യാമറ നേരെയാക്കാൻ. ഓക്കെ. Next, the wells. The wells are the temperate grasslands found in South Africa. The country lies at the southern tip of Africa. It is bordered on the northeast by Swaziland and Mozambique, on the north by Botswana and Zimbabwe, and in the northwest by Namibia. To the west and southeast, the Atlantic Ocean. To the east is the Indian Ocean. വെൽഡ് എന്ന് പറഞ്ഞ എവിടെയാ? പ്രയറീസ് എവിടെയാ? പ്രയറീസ് USA ആൻഡ് കാനഡയിലാണല്ലേ. പ്രയറീസ് ആർ ഫൗണ്ട് ഇൻ USA ആൻഡ് കാനഡ. പഠിച്ചല്ലേ? യെസ്. അതുപോലെ ഈ വെൽസ് ആർ ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. വെൽസിനെ പറയുന്ന പേരാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്നാണ് അറിയപ്പെടുക. Then these wells or these temperate grasslands are found in South Africa. South Africa-യിലാണ് വെൽസ് കാണപ്പെടുക. These are found in South Africa. The country lies at the southern tip of Africa. ഇനി അതിന്റെ ബോർഡർ, ഈ വെൽസിന്റെ ബോർഡർ പറയണേ. It is bordered on the northeast by Swaziland and Mozambique. നോർത്ത് ഈസ്റ്റിലെ സ്വാസിലൻഡും മൊസാംബിക്കും. പിന്നെ ഓൺ ദ നോർത്ത് ബൈ ബോട്സ്വാന. നോർത്തിലെ ബോട്സ്വാന ആൻഡ് സിംബാബ്വെ. നോർത്ത് വെസ്റ്റിലെ നമീബിയ. ടു ദ വെസ്റ്റ് ആൻഡ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഈസ്റ്റ് ഇസ് ദ ഇന്ത്യൻ ഓഷ്യൻ. കിട്ടിയോ? നോർത്തിലെ ബോട്സ്വാന ആൻഡ് സിംബാബ്വെ, സൗത്തിലെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഈസ്റ്റിലെ ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ നോർത്ത് ഈസ്റ്റിലെ സ്വാസിലാൻഡ് ആൻഡ് മൊസാംബിക്, പിന്നെ നോർത്ത് വെസ്റ്റിലെ നമീബിയ. ശരിക്കും വായിക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. വെൽസ് ആർ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. നമീബിയ എവിടെയാ മിസ്സേ? മനസ്സിലായില്ല. നമീബിയ എവിടെയാ? നോർത്ത് വെസ്റ്റില്. നോർത്ത് വെസ്റ്റ് ബൈ നമീബിയ.
West and south is Atlantic Ocean. East is Indian Ocean. East Indian Ocean. West and south Atlantic Ocean. North westലെ നമീബിയ, പിന്നെ നോർത്ത് ഈസ്റ്റിലെ സ്വാസിലൻഡ് ആൻഡ് മൊസാംബിക്. കിട്ടിയോ? Yes. Most of South Africa is a high plateau which slopes from west to east. The northeastern part of the plateau is known as high veld. The veld in Dutch means field. The height of the veld ranges between 600 meter and 1100 meter above the mean sea level. The veld is bounded by the Drakensberg Mountains on the east and the Kalahari Desert on the west. A range of the hills called which water sand runs across the veld. The Orange and Limpopo rivers along with the tributaries drain the region. അപ്പോൾ നമ്മൾ പറഞ്ഞു വെൽഡ്സ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. അതിന്റെ നോർത്ത് ഈസ്റ്റില് സ്വാസിലാൻഡ് മൊസാംബിക്കും ഉണ്ട്, നോർത്തില് ബോട്സ്വാന സിംബാബ്വെ ഉണ്ട്, നോർത്ത് വെസ്റ്റില് നമീബിയ ഉണ്ട്, വെസ്റ്റ് ആൻഡ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, ഈസ്റ്റില് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഈ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ പ്ലാറ്റ്യൂ, അപ്പൊ അതിന്റെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിന്, ഈ പ്ലാറ്റ്യൂവിന്റെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തെ പറയുന്ന പേരാണ് ഹൈ വെൽഡ്. മനസ്സിലായോ? നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഈസ് നോൺ ആസ് ഹൈ വെൽഡ്. ഇനി ഡച്ച് ലാംഗ്വേജില് വെൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഫീൽഡ് എന്നാണ്. ഇൻ ഡച്ച് വെൽഡ് മീൻസ് ഫീൽഡ്. വെൽഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് എന്നാണ് അർത്ഥം. മാത്രല്ല അതിന്റെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിനെ ഹൈ വെൽഡ് എന്നറിയപ്പെടുന്നു. ഇനി ഇതിന്റെ ഇവിടുത്തെ വെൽഡിന്റെ ഈ ഹൈ വെൽഡിന്റെ റേഞ്ച് ഹൈറ്റ് എന്ന് പറയുന്നത് 600 മീറ്റർ അപ് ടു 1100 മീറ്റർ. അതായത് 600 മീറ്റർ മുതൽ 1100 മീറ്റർ വരെ ഹൈറ്റ് ആണ് ഇതിന്, ഈ വെൽഡിന്. മനസ്സിലായോ? ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലാണ് വെൽഡ്സ്. ആ വെൽഡിന് 600 മുതൽ 1100 മീറ്റർ വരെ, മീൻ സീ ലെവലിൽ നിന്ന് 1100, കടലിന്റെ ഉന്നതിയിൽ നിന്ന് 1100 മീറ്റർ വരെ ഉയരം ഉണ്ട്. അതിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ഹൈ വെൽഡ് എന്നും അറിയപ്പെടുന്നു. കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻ. അടുത്തത് ക്ലൈമറ്റിക് കണ്ടീഷൻ, അവിടുത്തെ കാലാവസ്ഥ. South Africa lies in the warm temperate zone of the southern hemisphere. This region experiences mild climate. This is due to the altitude of the plateau, the presence of oceans on 3 sides, and the cold Benguela current which flows along the west coast. അതായത് ഇവിടുത്തെ വെൽസിലെ ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് മൈൽഡ് ക്ലൈമറ്റ് ആണ്. മനസ്സിലായോ? മൈൽഡ് ക്ലൈമറ്റ് ആണ് വെൽഡിലുള്ളത്. അതെന്തുകൊണ്ടായി മൈൽഡ് ക്ലൈമറ്റ് എന്നറിയോ? ഡ്യൂ ടു ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് പ്ലാറ്റ്യൂ. അതായത് പ്ലാറ്റ്യൂസിന്റെ ആൾട്ടിറ്റ്യൂഡ് കൊണ്ടാണ് മൈൽഡ് ക്ലൈമറ്റ്. മാത്രല്ല പ്രസൻസ് ഓഫ് ഓഷ്യൻ ഓൺ 3 സൈഡ്സ്. അതിന്റെ 3 സൈഡ് എന്തുണ്ട്? 3 സൈഡിലും ഓഷ്യൻസ്, സമുദ്രങ്ങൾ ഉണ്ട്. In the high veld, the summers are warm and wet, and the day temperature reaches up to 22 degrees Celsius at Johannesburg. അവിടെ ഈ ഹൈ വെൽഡ് നമ്മൾ പറഞ്ഞു 600 മുതൽ 1100 മീറ്റർ വരെ സമുദ്രത്തിൽ നിന്ന് ഉയരാണ്, മീൻ സീ ലെവലിൽ നിന്ന്. അവിടെ സമ്മേഴ്സിലെ വാം ആൻഡ് വെറ്റ് ആണ്. വാം ആൻഡ് വെറ്റ് ഡ്യൂറിംഗ് ദി സമ്മർ സീസൺ, വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ്. ഡേ ടെമ്പറേച്ചർ റീച്ചസ് അപ് ടു 22 ഡിഗ്രി സെൽഷ്യസ്. അതായത് പകലിലെ ഊഷ്മാവ്, പകലിലെ ചൂട് എന്ന് പറയുന്നത് 22 ഡിഗ്രി വരെ. ഇവിടെ അറ്റ് ജോഹന്നസ്ബർഗ്. Most of the rainfall occurs during the summer and decreases from south to north, also from east to west. The winters are cold and dry, and the temperatures vary between 50 degrees Celsius and 10 degrees Celsius. July is the coldest month. എന്താ പറഞ്ഞേ? അതായത് പകൽ സമയങ്ങളിൽ 22 ഡിഗ്രി വരെ ചൂട് അവിടെ അനുഭവപ്പെടാറുണ്ട്. മാത്രല്ല
ഡിക്രീസസ് ഫ്രം സൗത്ത് ടു നോർത്ത്. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോ ഈ ടെമ്പറേച്ചർ കുറയും. ഇനി വിന്റേഴ്സ് ആർ കോൾഡ്. നമ്മൾ പറഞ്ഞു സമ്മേഴ്സ് ആർ വെറ്റ് ആൻഡ് ഡ്രൈ ആണ്. പക്ഷെ വിന്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് ആണ്. കോൾഡ് ആൻഡ് ഡ്രൈ ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ വിന്റർ സീസണിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇവിടെ ഈ വിന്റർ സീസണിലെ ടെമ്പറേച്ചർ, അതായത് ജൂലൈയിൽ. ഫെയ്ത്ത് കേൾക്കുന്നുണ്ടോ? എല്ലാരും പോയല്ലേ? എല്ലാരും പോയി. നെക്സ്റ്റ് വൺ ഫ്ലോറ ആൻഡ് ഫോണ. അവിടുത്തെ ഫ്ലോറയും ഫോണയും, ആനിമൽ കിങ്ഡവും പ്ലാന്റ്സ് കിങ്ഡവും. There are limited forests in this region due to semi-arid climatic conditions. A major part of the plateau is covered with grass. Red grass grows in the bush belt, and acacia and marula grow in the high velds. അവിടെ കാണുന്ന നമ്മൾ പറഞ്ഞു ഫ്ലോറ ആൻഡ് ഫോണ, അതിൽ ഫ്ലോറ പറയാണ് എന്താ, ഫുൾ കവേർഡ് വിത്ത് ഗ്രാസ് ആണ്. അവിടെ കൂടുതലായി എന്താ കാണപ്പെടുക? ഗ്രാസ് ആണ് കൂടുതലായി കാണപ്പെടുക. റെഡ് ഗ്രാസ്, റെഡ് ഗ്രാസ് ഇൻ ബുഷ് വെൽഡ്, റെഡ് ഗ്രാസ്. പിന്നെ അക്വേഷ്യ ആൻഡ് മറൂള ഗ്രോ ഇൻ ദ ഹൈ വെൽഡ്. ഹൈ വെൽഡിൽ 2 തരത്തിലുള്ള ട്രീസ് കാണപ്പെടും, അക്വേഷ്യയും അതുപോലെ മറൂളയും. അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് കൂടുതലും, അതായത് ഫ്ലോറ എന്ന് പറയുന്നത് ഗ്രാസ് ആണ് കൂടുതലായി അവിടെ കാണപ്പെടുക, പുല്ലാണ്, പുല്ല്. മനസ്സിലായോ? റെഡ് ഗ്രാസ് ഗ്രോ ഇൻ ബുഷ് വെൽഡ്, റെഡ് ഗ്രാസ് ബുഷ് വെൽഡിൽ കാണും. പിന്നെ അക്വേഷ്യ ആൻഡ് മറൂള ആർ ദ 2 ട്രീസ് ഗ്രോ ഇൻ ദ ഹൈ വെൽഡ്, ഹൈ വെൽഡിൽ കാണുന്ന 2 മരങ്ങൾ. Bush lands and grasslands in the high veld have one major handicap: the elevation of the grazing lands between 1000 meter and 2000 meter. This result in the frost for a period of about 100 days in a year. The main animals found in the veld are lions, leopards, cheetahs and cougars. അവിടെ കാണുന്ന മെയിൻ ആയ ആനിമൽസ് ഫോണ എന്ന് പറയുന്നത് ഫോണ കിങ്ഡത്തിൽ പെടുകയാണ്. ലയൺസ് സിംഹങ്ങള്, ലെപ്പേർഡ്സ്, ചീറ്റാസ്, കുഡൂസ്. ദീസ് ആർ ദ ആനിമൽസ് ഫൗണ്ട് ഇൻ ഹൈ വെൽഡ്. പ്ലാന്റ്സിന് നമ്മൾ പറഞ്ഞു അക്വേഷ്യ ആൻഡ് മറൂള, ആനിമൽസ് ലയൺസ്, ലെപ്പേർഡ്സ്, ചീറ്റാസ് ആൻഡ് കുഡൂസ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ ഫെയ്ത്തെ ബാക്കി. അടുത്തത് പീപ്പിൾ ആൻഡ് ദർ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഫെയ്ത്തെ നോ മിസ്, കഴിഞ്ഞില്ല.
മിസ് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ബാക്കി അതിലെ പീപ്പിൾ ആൻഡ് ദർ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ജനങ്ങളും അവരുടെ ജോലിയും, അത് തനിയെ വായിക്കണം കേട്ടോ. വായിച്ചു നോക്കുക, കുറച്ചുള്ള 2 പാരഗ്രാഫ് വായിച്ചു, ഇപ്പൊ തന്നെ വായിച്ചു നോക്കുക. അതിൽ ടിക്ക് ദ കറക്റ്റ് ആൻസർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റൈറ്റ് അറ്റ്ലീസ്റ്റ് 3 എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്, മാച്ച് ദ കോളം ട്രൂ ഓർ ഫാൾസ്. അത് അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. ഇന്നൊരു ക്ലാസ് കൂടി ഇല്ലേ, ആ ക്ലാസ്സിൽ തരാം. ഓക്കെ, ബൈ ബൈ ഫെയ്ത്തെ. വേറെ ആരുമില്ല. ബൈ ബൈ, സീ യു. ടാറ്റാ. ടാറ്റാ.